അനൂപ്, നേരത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടിരുന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കഴിഞ്ഞ കാലത്തെ നേട്ടങ്ങളെക്കുറിച്ച് രാഷ്ട്രപതിയും സംസാരിച്ചു കഴിഞ്ഞു. എന്തായാലും നാളെ ജനങ്ങളെല്ലാവരും ഉറ്റുനോക്കുന്ന നാളെ എന്താണ് സാധാരണക്കാരൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി ആയാസരഹിതമാക്കി മാറ്റുന്ന എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, ഇളവുകൾ ഉണ്ടാകും എന്നൊക്കെയാണ്. എങ്ങനെയാണ് ഈ ബജറ്റ് മുന്നോടിയായിട്ടുള്ള ഈ മണിക്കൂറുകൾ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന ചർച്ചകൾ? ഏറ്റവും പ്രധാനമായും എന്ത് പ്രഖ്യാപനം അടിസ്ഥാന ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ ഉണ്ടാകുമെന്ന ചോദ്യമാണ്. ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്തുള്ള പ്രസംഗം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം ജനകീയ പ്രഖ്യാപനങ്ങൾ കൂടുതൽ ഉണ്ടാകും എന്നതാണ്. അതിൽ ഏറ്റവും ആദ്യം പദ്ധതികളെക്കുറിച്ചൊക്കെ തന്നെ രാഷ്ട്രപതി പറഞ്ഞു പോകുമ്പോൾ ആദ്യം പറഞ്ഞ പദ്ധതികളിൽ ഒന്ന് പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ കൂടുതൽ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് നികുതി ഇളവിനുള്ള പദ്ധതികളുമായി എൻ്റെ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് ഈ നികുതി സ്ലാബുകളിൽ ചെറിയ മാറ്റം വരും, അത് നികുതി അടയ്ക്കുന്ന ആളുകൾക്ക് ഗുണകരമാവുന്ന നിലയിലുള്ള ഇടപെടലാവും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ പ്രഖ്യാപനം നാളെ ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. ഒപ്പം തന്നെ നമ്മളെ കേരളത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. 24,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ വയനാടിന് വേണ്ടി 2,000 കോടി രൂപയുടെ പാക്കേജും ഇത് രണ്ടും പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യം കേരളത്തിലെ ജനങ്ങൾക്കും സർക്കാരിനുമുണ്ട്. അത് പരിഗണിക്കപ്പെടുമോ എന്നുള്ളതാണ്. എന്തായാലും അടിസ്ഥാന ജനവിഭാഗത്തിന് എന്ത് പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകും, ഒപ്പം തന്നെ നിലവിലുള്ള പദ്ധതികൾ മുദ്രാ ലോൺ, സർക്കാരിൻ്റെ ആവാസ് യോജന പദ്ധതി, ഒപ്പം പെൻഷൻ പദ്ധതി, ഇതിലെല്ലാം എന്തെങ്കിലും മാറ്റങ്ങൾ കൂടുതൽ സഹായം ജനങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. അതിനൊക്കെ തന്നെ നാളെ രാവിലെ 11 മണിക്കാണ് ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുക ധനമന്ത്രി. സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ എന്തൊക്കെയായിരിക്കും സാധാരണക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നത്. അതിന് മുന്നോടിയായി നടന്ന ചർച്ചകളും പ്രഖ്യാപനങ്ങളുമാണ് പാർലമെന്റിൽ നമ്മൾ കണ്ടത്.